ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കേരള സ്റ്റൈൽ പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് ഈ കോട്ടിങ് പൊളിഞ്ഞു പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവില്ല, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതിനുള്ള ടിപ്പും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് അരിപ്പൊടിയും മൈദയും ഒരു നുള്ളുപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ആവശ്യാനുസരണം നമ്മൾ ഇളക്കി നോക്കി ബാറ്റർ കറക്റ്റ് ആയോ എന്ന് നോക്കി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദേ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് വെള്ളം കൂടി പോകാനും പാടില്ല, ഭയങ്കര കട്ടിയാവാനും പാടില്ല. കൺസിസ്റ്റൻസി റെഡി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് എള്ളിട്ട് കൊടുക്കുക, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് നല്ല പഴുത്ത പഴം വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഞാൻ ദേ ഒരു പഴം എടുത്തിട്ട് അത് ഒരു 3-4 പീസാക്കിയിട്ട് മുറിക്കുകയാണ്. അതിനുശേഷം നമ്മളത് ബാറ്ററിലേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കൊടുക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാവൂ. ഈ 2 ടിപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി പഴംപൊരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സൈഡ് അത്യാവശ്യം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് അത്യാവശ്യം നല്ല ലേശം ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം.